മെയിനായിട്ട് രാവിലെ തന്നെ ആകുമ്പോഴാണ് നേരം വിളിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ? കറക്റ്റ് ഇപ്പൊ നോക്കുമ്പോ ബുർജ് ഖലീഫനെ മറിച്ചിട്ടാണെങ്കില അങ്ങനെ ഗായ്സ് നമ്മൾ ഇതാ ഗോൾഡൻ സ്പാർക്ക് കഫേയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. നമ്മുടെ ചായ കുടിക്കും. മരം കാണാത്തവർക്ക് വലിയ ഈത്തപ്പഴത്തിന് മരം വലിയ. അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്ന? പച്ചത്തിന് പെട്ടെന്ന് കിട്ടോ. അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് പോകുന്നത് കോർണിഷ്, ഷാർജ റോള കോർണിഷ്. നല്ല അടിപൊളി വ്യൂ. സമയം എത്ര? സമയം 12:15, 12:15. ഓക്കെ, നല്ല നഗരങ്ങളിലെ കാഴ്ചകൾ കാണാം. ചീഫ് ഗസ്റ്റ്. അപ്പോൾ നമ്മൾ 4 പേരാണ് കോർണിഷിൽ പോകുന്നത്. കോർണിഷിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് പാർക്കിങ്ങിൻ്റെ പെയ്ഡ് പാർക്കിംഗ് 8 മണി തൊട്ട് 12 മണി വരെ. എങ്ങനെ വേണം ജീവിക്കാം, നല്ല ലാവിഷായിട്ട് ജീവിക്കാം. എന്ത് കാത്ത് വെച്ചെങ്കിൽ ഇവിടെ അധികം ഇല്ലത് കാശ് കൊടുത്താളോ. അത് കാശിലൂടാക്കി മെയിൻ ഒരു ഇതാണ് ബാക്കിലും കൊണ്ട് അതിനെ ഇതാക്കിയിട്ട് കെട്ടി. അപ്പൊ ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ഫുൾ ഓണാണ്. രാവിലെ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്? രാവിലെ 6-6:30 മണി വരെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും ഫുള്ള്. ഇവിടെ മെയിൻ ലൈറ്റ് ലൈഫ് എല്ലാവരും ആസ്വദിക്കുന്നു. പിന്നെ എന്ത് കഥ വെച്ചെങ്കിൽ ഇതാണ് ബുർജ് ഖലീഫനെ ഇൻസ്പയർ ആയിട്ട് കെട്ടിയത്. തല കുത്തിയിട്ട് ബുർജ് ഖലീഫ ആക്കി. എന്ത് ട്രോളാക്കിയതോ അറിയില്ല, നേരെ കാട്ടിക്കൊടുത്ത. ഞാൻ കാണിച്ചു തരാം ഗൈസ്. എല്ലാവരും നടക്കുന്നുണ്ട് വൈബ് എടുത്തോണ്ട്. ശാലാന്റെ കൈ ഉള്ളത് കിച്ചൻ്റെ ഉള്ളിലാണ്, ചില്ലറായിക്കൊണ്ട് പോകുന്നത്. പിന്നെ നമ്മ ഷാർജയില് ഇപ്പൊ നമ്മ അബുദാബിയിലേക്ക് എത്തി. അപ്പൊ വൈറ്റ് ലൈറ്റ് ഒക്കെ എത്തി. അവോ ലൈറ്റ് മാറി അബുദാബി ഓർഡർ എടുത്ത് ചാർജ് കുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം എന്തുണ്ട്. ഇത് പേര് സർബിന്ന് വന്നിരിക്കുന്ന സ്ഥലമാണ്. പണ്ടത്തെ കാലത്ത് ആ സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് വെച്ച്. ദുബൈത്തെ പൂച്ച ഗൈസ്. ഇത് ഭയങ്കര ഉസാറ് പൂച്ച. എന്ത് കഥ വെച്ചെങ്കില് നല്ല ഉമ്മൂസും കൂട്ടിട്ട് അടിച്ചു. ഉമ്മൂസും ഹെൽത്തി പൂച്ച. ഇറാനിമാർക്ക് ഇതാണ് ഇറാനി മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര സെറ്റപ്പാണ്. നമുക്ക് ഇപ്പൊ ക്ലോസ് ആയിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഇല്ല എന്ത് പറയാ എൻ്റെ സേലാക്ക്. ഇത് ഇപ്പുറ സൈഡും ഉണ്ട് അതേ കണക്കിയ മാർക്കറ്റില്. നമുക്ക് ചാടിക്കാൻ പോവാം ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ ബോട്ടെല്ലാം കാണിച്ചിരുന്നായിരിക്കും ഗൈസ്. ഇവിടെ ബോട്ടെല്ലാം നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടാക്സിയാണ് BYD എല്ലാ ടാക്സിയിലൂടെ. അതാ ഇതൊന്നും ഇവിടെ എന്ത് പുളി മരം ഇല്ല. പുളി പൂവ് ആയിട്ടു ഇപ്പോ ഇത് പുളി വരൂ. കോർണിശ്ശേരിയിൽ നമുക്ക് കാണിച്ചത് ബോട്ടെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട്. ബോട്ടെല്ലാം യാച്ച എന്താ പറയല് നമ്മളിതാ ഗോൾഡൻ കഫേ, ഗോൾഡൻ സ്പാർക്ക് കഫേയിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചായയും നമുക്ക് കടികളും ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാക്കമ്മ നിക്കുന്ന പറയാല്ലേ ഓരോ ചളി കെട്ടിട്ട് ചിരിക്കുന്നുണ്ടോ. എന്താ വൈബ്. ബാക്കിലേക്ക് നോക്കൂലോ ബോട്ടെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂട്. ഈ തണുപ്പ് കാലത്തില്ല, തണുപ്പ് കാലത്ത് പന്തങ്ങ പോലെ ഇവിടുന്ന് എണിക്കാനാ.
ഹെഡില്ലടാ കഴിക്കാൻ. ഓക്കെ മെനു നോക്കാം. ഇത് ഇവിടുത്തതാ ഗോൾഡൻ സ്പാർക്ക് കഫേന്റെ മെനു ആണ്. നോക്കിയോ, നല്ല ബർഗർ കാര്യങ്ങളെല്ലാം ദിറംസ് നോക്കിക്കോ. അപ്പൊ എല്ലാ സാധനം കിട്ടും ഇവിടെ. നമുക്ക് ചായയും കുടിക്കാം, നല്ല വ്യൂവും കാണാം. ഓക്കെ, ഇപ്പോ എന്താ ചായ മാത്രമേ ഉള്ളൂ, കടികളില്ല, ചായ മാത്രമേ ഉള്ളൂ. കടി കഴിഞ്ഞാ? അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് പോകുന്നത് കോർണിഷ്. ഓക്കെ, ഇവിടെ നല്ല വൈബാണ്. ഇവിടെ റോഡിൻ്റെ കാര്യത്തിലും നമ്മുടെ ആൾക്കാരുടെ കാര്യത്തിലും ഭയങ്കര സേഫ്റ്റിയാണ്. ഓക്കെ, സേഫ്റ്റി മുഖ്യം ബിഗിലേ. എന്തായി ഇൻസ്റ്റാൾ വരും. അപ്പോൾ നമ്മളെ 2010 മോഡല് കണ്ടീഷന് മെയിൻ്റെനൻസ് കുറവ്, 4 ടയർ മുട്ട, 4 ടയർ മാത്രം മുട്ട ഫോർ സെയിൽ. നേരെ വള്ളത്തിൽ ഈച്ചെങ്കിൽ ഒരു വള്ളം പോലും പുറത്തു പോയാൽ എല്ലാം ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഗൈസ്. നല്ല ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? ഏകദേശം ഒരു 1:30 മണിയായി. ഏകദേശം 1:30 മണിയായി. ഇപ്പോഴും ആൾക്കാരിങ്ങനെ പാർക്കിലിരുന്നുകൊണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. പണിയുള്ളവൻ വേഗം പോയി കിടന്നുറങ്ങും, പണിയില്ലാത്തവർ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കും, കുറച്ച് കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ ചാനൽ എന്താക്കണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ എന്താക്കണ്ട? ബെല്ല് പിടിച്ച അപ്പുറത്തുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം.